ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു നല്ലൊരു ബീഫ് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അതിന് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പാണ്, ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി 1 സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു 80% നമുക്ക് വേവിച്ചെടുക്കാം. ആ നേരത്തിന് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളി പൊളിച്ച് ചതച്ചതും ഇട്ടു. പിന്നെ 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ഈ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പെരിഞ്ജീരകം അരിഞ്ഞിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞാൽ ഞാൻ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ആദ്യം എണ്ണ ഒഴിച്ചിട്ടതിന് ശേഷം സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 വലിയ തക്കാളിയും പിന്നെ 10 കശുവണ്ടിയും ഇട്ട് വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. കാരണം നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും നന്നായിട്ടൊന്ന് കരി മസാല കരിയാത്തതും വഴറ്റിയെടുക്കുക. 2 പച്ചമുളക് കൂടി ഇത് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് അരിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് അതൊന്ന് തണുക്കാനാകുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ കപ്പിലേക്ക് അതിലിട്ട് ഒന്ന് കുതിർത്തി പിന്നെ കുറച്ച് 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം വെന്ത് നല്ലവണ്ണം ഒരു 80% വെന്തെന്ന് പറഞ്ഞില്ലേ, ആ ഇറച്ചിയിലേക്ക് നമുക്ക് ഈ അരച്ച മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ആ കപ്പ് 1 കപ്പ് കൂടി വെള്ളം ആ കപ്പിലേക്ക് ഒഴിച്ച് കലക്കി അതോട് ഒഴിച്ച് നമുക്ക് ഒന്ന് നല്ല കട്ടിയുള്ളൊരു മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. പിന്നെ കുറച്ചുകൂടി നല്ല പച്ചവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ്, 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞ് അതുകൂടി നമ്മൾക്ക് ഇതിൽ മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ച് 1 വിസിൽ കൂടി വരുത്താം. കണ്ടോ, അപ്പം നല്ല ഗ്രേവിയായി ഇതെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല മസാലയായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിക്കുക. നല്ല നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ നല്ല നെയ്യാണ് ഒഴിച്ചത്. പിന്നെ കുറച്ച് കശുവണ്ടി കൂടിയിട്ട് നന്നായി വറുത്തു. അതിനകത്തേക്ക് 2 ചെല്ലിയും പൊട്ടിച്ചിട്ടു, 2 വേപ്പിലയും ഒക്കെ ഇട്ട്. അപ്പോൾ നമുക്കത് ഒന്ന് താളിക്കണ്ടേ, താളിക്കുന്നതിനൊരു താളിപ്പായിട്ടുണ്ട്. ഇനി താളിച്ച് ഈ കശുവണ്ടി കൂട്ട് ഈ താളിപ്പെല്ലാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കറി റെഡിയാക്കി എടുക്കാം. നമുക്ക് അതിനകത്തേക്ക് അത് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മളുടെ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. ഇത് തേങ്ങ ചേർക്കാതെ തന്നെ ഇത്ര നല്ല ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സ്റ്റൂ ആണ്. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. കാരണം ഗ്രേവി തിക്കാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. ഞാനിതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം മല്ലിച്ചീര വേണമെങ്കിൽ മല്ലിച്ചീര ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകൊക്കെ ഇട്ട് നമ്മുടെ ഗ്രേവി, നമ്മുടെ ബീഫ് വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾക്ക് ഈ സ്റ്റൂ അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എന്നിൻ്റെ കൂടെയും കൂടി കഴിക്കാൻ പറ്റിയൊരു സ്റ്റൂ ആണ്. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഈ സ്റ്റൂ വെച്ചതിന് ശേഷം അഭിപ്രായം പറയണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.